എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്ന മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു റോബോവേഴ്സ് എക്സ്പോ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള ടെക്നോളജി എല്ലാം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള റോബോട്ടുകൾ അവിടെ ഉണ്ട്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് റോബോട്ടിനെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ 2024 മുന്നോട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയൊക്കെയാണ് മുന്നോട്ടുള്ള ഇനി വരും വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന നൂതനമായിട്ടുള്ള ടെക്നോളജി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പോ ആണ്. അപ്പോൾ നമുക്ക് പോയിട്ട് എക്സ്പോയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ, കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. നേരെ നമുക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മളുടെ കൊച്ചിയിലെത്തിയിരിക്കുന്നു. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ഒരു മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. 50 രൂപയാണ് പെർ പേഴ്സൺ. നമ്മളകത്തോട്ട് കയറുമ്പോൾ തന്നെ പലതരത്തിലുള്ള റോബോട്ടുകളുണ്ട്. ആദ്യമേ 2 റോബോട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് റോബോട്ടാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന റോബോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോകാം. സാൻബോട്ട് എന്ന് പറയുന്ന ഒരു റോബോട്ടാണ്. ഇത് നമുക്ക് മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും പിന്നെ അതുപോലെ അസിസ്റ്റൻറ്റ് പർപ്പസിനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇപ്പം എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നത്, വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഗ്രീറ്റിംഗ്സ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതെല്ലേ? ഡാൻസ് ചെയ്യിപ്പിക്കുന്ന സാർ ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതിനെ നമുക്ക് മൊബൈൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെയോ? മൊബൈൽ ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ ഏകദേശം കുറേ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം സാർ ഈ കൈ പൊക്കുന്നത് കണ്ടത്, അത് ജസ്റ്റ് ഹാൻഡിൽ സെൻസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് ജസ്റ്റ് കൈ പൊക്കി. അതുപോലെ തന്നെ ഹാർട്ടിൽ ടച്ച് ചെയ്ത് കഴിയുമ്പം അത് സെൻസ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയല്ലേ? ഇതിപ്പോൾ നമ്മൾ ഇന്ത്യൻ നിർമ്മിതമാണത്? അല്ല, ഇതൊരു ചൈനീസ് കമ്പനിയല്ലേ നിർമ്മിച്ചത്? ഇതിനൊക്കെ ഏകദേശം വിലയൊക്കെ എന്ത് വരും? അറൗണ്ട് 10 lakhs. ഓക്കെ ഓക്കെ. ടെക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് അവർ വളരെ നല്ല രീതിയിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യും. ഇത് നമ്മുടെ മുന്നിലുള്ള പടം വരയ്ക്കുന്ന റോബോട്ട് കേട്ടോ. അതുപോലത്തെ പടമൊക്കെ വരയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു 6 മിനിറ്റ് അവർ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് വരച്ച് കാണിച്ചു തരും അവർ. അപ്പോൾ അവിടെ നിന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും, എങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. പിക്ക് ആൻഡ് പ്ലേസ് ചെയ്യാം. പിന്നെ ഇത് മൂവ് ചെയ്യും. നമുക്ക് വേണ്ട സ്ഥലത്തുനിന്ന് ഒബ്ജക്ട്സ് എടുത്തിട്ട് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാം. അതെല്ലേ? അപ്പോൾ ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്തിടാനും പറ്റും. ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രത്തോളം വലിപ്പമുള്ളതുണ്ട്? ഇതിപ്പോൾ ഡുബോട്ട് മജീഷിൻ്റെ ഈ ഒരു വലിപ്പമാണ്, ഇപ്പോൾ കാണുന്ന വലിപ്പമാണ് ഉള്ളത്. ഉള്ളതല്ലേ? ഇതിനും വലിയ റോബോട്ട്സ് ഉണ്ട്. ഉണ്ടല്ലേ? ഇതിപ്പോൾ ഇന്ത്യൻ നിർമ്മിതമാണോ? ഇത് ചൈനീസ് ആണല്ലേ? റോബോട്ട് മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന റോബോട്ടാണ്. വേൾഡ് ഫസ്റ്റ് സ്കാവഞ്ചിങ് റോബോട്ടാണിത്. ട്രിവാൻഡ്രം ബേസ്ഡ് കമ്പനിയാണ് വരുന്നത്. 4 എഞ്ചിനീയേഴ്സ്, MES കോളേജിൽ പഠിച്ച 4 എഞ്ചിനീയേഴ്സിൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ആയിരുന്നു. മാൻഹോളിൽ ഇറങ്ങുന്നത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നോർത്ത് സൈഡിലൊക്കെ ഇത് പോസ്റ്റ്ഫുള്ളി ഹ്യൂമൻസിനെ ഇറക്കി വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഈ റീസെൻ്റായിട്ട് കോഴിക്കോട് ഒരു ഓട്ടോക്കാരൻ, നൗഷാദ് എന്ന് പറഞ്ഞ ഓട്ടോക്കാരൻ മാൻഹോളിൽ വീണ് മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തീമിലോട്ട് വന്ന് എത്തിപ്പെടുന്നത്. ഇതിപ്പം റീസെൻ്റ്ലി നമ്മൾ ഇപ്പം 19 സ്റ്റേറ്റ്സിലും 3 യൂണിറ്റ് ടെറിട്ടറിലും 300+ റോബോട്ട്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇവർ റോബോട്ടാണ് റെസ്റ്റോറൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടുകളാണ് അല്ലേ? ഇത് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ലിഫ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഏത് ഫ്ലോറിലാണ് റൂമുള്ളത് ആ റൂമിലോട്ട് തന്നെ പോയിട്ട് ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന റോബോട്ടാട്ടോ. എന്നാലും അങ്ങനെ വിവിധ തരത്തിലുള്ള റോബോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ആഷ്ബി വാഷിംഗ്ടൺ ആണല്ലേ? ഈ ഡ്രോണൊക്കെ ഇപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സർ, ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ സർവൈലൻസ് ഡ്രോണാണ്. ക്രോപ്പ് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ അല്ല, പിന്നെ ക്രോപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് ഈ ഡ്രോണിൻ്റെ ഏറ്റവും വലിയ പർപ്പസ്. പിന്നെ ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രോണിൽ, അഗ്രികൾച്ചർ സ്പ്രേയിങ് ഡ്രോണിൽ നമ്മൾ ഇത് ഫീഡ് ചെയ്യും. അപ്പോൾ ഈ ഡ്രോണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 1 ഏക്കറിൽ 7 മിനിറ്റ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ബിക്കോസ് വേറെ ഒരു ഡ്രോൺ കമ്പനി, അത് വേറെ ഒരു ഡ്രോൺ ഇൻ ഇന്ത്യ ഇതുവരെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇത് 25 kilograms ഉണ്ടായിട്ടും ഇത് 1 ഏക്കറിൽ 7 മിനിറ്റ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കുറഞ്ഞ സമയത്ത് കൂടുതൽ ലാൻഡ് ഏരിയ കവർ ചെയ്യും. ബാറ്ററി ഒക്കെ എത്ര സമയം നിൽക്കുന്നതാണ്? ബാറ്ററി ഒക്കെ 24 മിനിറ്റ്സ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാറ്ററി? യെസ്, ദ തിങ് ഒരു നല്ല 2 ബാറ്ററി ഏതാണ്ട് ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇത് നല്ല പ്രൊപ്പല്ലറാണ്. സോ ലൈക്ക് അതും പോരാതെ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ
ഇപ്പോൾ വേറൊരു കമ്പനി നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ ലാൻഡ് ഏരിയ കവർ ഒരിക്കലും പറ്റത്തില്ല. ഈ കമ്പനിയുടെ പേരിനപ്പം ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് കളമശ്ശേരിയിലാണ്. ഞങ്ങൾ ഇവിടെ അസംബ്ലിങ് പാർട്സ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും. മാനുഫാക്ചറിങ് അസംബ്ലി എല്ലാം പിന്നെ കളമശ്ശേരിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ വില എന്തോരം വരുന്നതാണ്? ഇപ്പോൾ ഇതിന് സ്റ്റാൻഡേർഡ് പാക്കേജിനാണ് 4 lakh ആണ്, കോംബോ പാക്കേജാണ് 8 lakh ആണ്. ആ കോംബോ പാക്കേജിൻ്റെ അകത്ത് 10 DGC അപ്രൂവ് ചെയ്ത ഡ്രോണുകളാണ്. DGC സർട്ടിഫൈഡ് ഉള്ള ഡ്രോൺ. ഓക്കെ ഓക്കെ. ഇപ്പം എന്തായാലും FPV ഡ്രോണും ഭർത്തിയാട്ടോ നമ്മൾ കാണിക്കുന്നത് കണ്ടോ, അത്യാവശ്യം. ഓക്കെ. അതുകൊണ്ട് ഇതുപോലുള്ള വിവിധ തരത്തിലുള്ള ഒരുപാട് റോബോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസ് ആണ് കൂടുതൽ ഇവിടെ വരണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടൊക്കെ ഇവിടെ വന്നാൽ വളരെ ഒരു കൗതുകമായിരിക്കും എല്ലാവർക്കും. രാജഗിരിക്ക് ഇത്ര സ്ട്രെങ്ത് ഉള്ള സൗണ്ട് ഒന്നും പുറത്ത് കേൾക്കുന്നില്ലല്ലോ. To take a selfie with the robo dog, please come forward and കണ്ടോ ഇവിടെ നിന്ന് എല്ലാവരും സെൽഫി ഒക്കെ എടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, എന്തുകൊണ്ടും ചെയ്യാം കേട്ടോ. ഇത് ഇവിടെയുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഓടി നടക്കുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. steady go. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ 3 ഡോഗ്സിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ പോകട്ടോ. ഇത് കുറച്ചുകൂടെ അടുത്തേക്കാണോ? അതെ, എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ഡ്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതുണ്ടോ. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ വിശദമായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു 2 മണിക്കൂറല്ല 4 മണിക്കൂർ വീഡിയോ ഉണ്ടാവും കേട്ടോ. അത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി വരുന്ന ടെക്നോളജി എങ്ങനെയാണെന്ന് നിങ്ങളുടെ കാണാൻ പറ്റും. അപ്പോൾ ടെക് പരമായിട്ടുള്ള എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ, ഫുള്ള് റോബോട്ടിക് ലൈഫ് ആയിരിക്കും കേട്ടോ. ഇതുണ്ടോ, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും അവർ ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം അവർ പരിഹരിച്ച് തരും അവിടെ ചെന്നാൽ. പെട്ടെന്ന് കയറണം. ഓക്കെ, എനിക്കൊന്ന് ബാലൻസ് ചെയ്യട്ടോ. ഓക്കെ 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 ഓക്കെ. ഓ ഓക്കെ. നീ സ്ട്രൈറ്റ്. ഓക്കെ. ഇപ്പോൾ ഓക്കെ. നമ്മുടെ മുട്ട് നേരെ പിടിക്കുന്ന കേട്ടോ പറഞ്ഞങ്ങനെ, എന്നാലേ ഇത് പോവുള്ളൂ. How to get down? From back. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വീഴാതെ പോകണം കേട്ടോ. അത്ര എളുപ്പമല്ല ഇത് പഠിക്കാനല്ല, എന്നാലും നമുക്കൊരു 5 മിനിറ്റ് പരിശീലിച്ചാൽ പഠിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വിലയൊക്കെ എന്താണ്? ഹൗ മച്ച് പ്രൈസ്? 17,000. ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടെ വന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവർ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം. അപ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് വളരെ ഉപകാരമാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ പിള്ളേരെ കൊണ്ടൊക്കെ വരുക, കാരണം അവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള അല്ല ഇത്. ശരിക്കും നമ്മുടെ ഡയറക്റ്റ് ലൈഫിൽ ഡയറക്റ്റ് മുന്നിൽ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് ഇതെല്ലാം. എന്നാലും കൊള്ളാം. തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവിടെ. അതായത് രാജഗിരി ഹോസ്പിറ്റൽ റോബോട്ടിക് സർജറിയുടെ മെഷീനറീസ് ആണ് ഇത് ഫുള്ളായിട്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പീഡിയാട്രിക് ഉണ്ട്, ഡോണർ, ട്രാൻസ്പ്ലാന്റ് സർജറി, ഗ്യാസ്ട്രോ ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, സർജിക്കൽ ഓൺകോളജി, യൂറോളജി. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ റോബോട്ടിക് സർജറി അവൈലബിൾ ആണ്. നമുക്ക് റോബോട്ടിൻ്റെ ഒരു ഫൈറ്റ് കൂടെ കണ്ടോ. നമുക്ക് ഫൈറ്റ് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ റോബോ വാറ കണ്ടോ. അപ്പോരെ അപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ട് കയറി കേട്ടോ. Once you're off the ground,
You need to cross the 400,000 kilometers to the moon. ഗെയിമിംഗ് സോൺ ആട്ടോ. ഇതുണ്ടോ, ഓരോ കുട്ടികളൊക്കെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട് ഇവിടെ. വെർച്വൽ റിയാലിറ്റിയിലുള്ള ഗെയിമിംഗ് സോണുകളാണ് ഇവിടെ. നമ്മൾ ഓരോ ഗെയിം കളിക്കുന്നതിന് 50 rupees വെച്ച് പേ ചെയ്യണം കേട്ടോ. ഇത് ആ ഒരു പേ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റും. ഷൂട്ടിംഗ് ഗെയിം, ക്രിക്കറ്റ് ഗെയിം, സ്റ്റെപ്പ് അപ്പ് ചാലഞ്ച്, അങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഇവിടെ നമുക്ക് കളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വളരെ 50 രൂപ എന്ന് പറയുമ്പോൾ വലിയ കൂടുതലില്ല കേട്ടോ. പിന്നെ ഇത് വിവിധ തരത്തിലുള്ള ഡ്രോണുകളാണ്. അപ്പോൾ ആ ഡ്രോണിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, നമുക്ക് ഫ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഗെയിമിംഗ് സോൺ ആട്ടോ കേട്ടോ. ഇവിടെ വിവിധ തരത്തിലുള്ള ഗെയിമുകളുണ്ട്. നമുക്ക് പേ ചെയ്ത് ഗെയിം കളിക്കാം കേട്ടോ. 50 rupees ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുൾ അതുപോലത്തെ ഗെയിം കളിക്കുന്ന സോണുകളാണ്. നട്ടിൽ വേന, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയോ തൈലോ ബാമോ കുഴമ്പോ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. മസാജ് അല്ല, ഫിസിയോതെറാപ്പി. നമ്മൾ ഇടിച്ച് തിരുമ്പി മാറ്റാറില്ല, അതേ ഒരു പ്രോസസ്സ്. കൈവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നാഡി നരമ്പുകളുടെ എൻഡിങ് പോയിന്റ് ആണ്. അക്യുപ്രഷർ തെറാപ്പി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സയൻസ് ഏരിയസിലോട്ട് വരുന്ന ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഐസി നോസ് ഭാഗത്തോട്ടൊക്കെ വരുന്ന നാഡി ഇവിടെ വരും കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ ആയിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പക്ഷേ കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാനും പറ്റും, അത് പഠിക്കാനും പറ്റും. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.